ഒരു സാധാരണക്കാരന്റെ അസാധാരണമായ ദീർഘവീക്ഷണത്തിൽ നിന്നാണ് ഏതൊരു മഹത്തായ സാമ്രാജ്യവും പിറക്കുന്നത്. ഡോക്ടർ ഹഫീസ് റഹ്മാൻ ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയ രംഗത്ത് ലോകം അംഗീകരിച്ച ഒരു വിസ്മയം. കാലിക്കറ്റ് സർവകലാശാലയിൽ റാങ്ക് ഹോൾഡറും ഗുജറാത്ത് സർവകലാശാലയിലെ ഗോൾഡ് മെഡലിസ്റ്റുമായ ഡോക്ടർ ഹഫീസ് റഹ്മാൻ 1.5 ലക്ഷത്തിലധികം ലാപ്രോസ്കോപ്പിക് സർജറികളിൽ വിജയം കണ്ട അപൂർവ പ്രതിഭ. ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 4.9 കിലോ ഭാരമുള്ള ഗർഭാശയമുഴ താക്കോൽദാര ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്ത ഡോക്ടർ ഹഫീസ് റഹ്മാൻ അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങളിലെ ഡോക്ടർമാർക്ക് ശസ്ത്രക്രിയയിൽ തത്സമയ പരിശീലനം നൽകിയ ആദ്യ വ്യക്തിയുമാണ്. അന്താരാഷ്ട്ര നിലവാരമുള്ള ആരോഗ്യ സേവനം കുറഞ്ഞ നിരക്കിൽ എല്ലാവരിലും എത്തിക്കുക എന്ന തന്റെ ലക്ഷ്യം നിറവേറ്റുവാനായി ഡോക്ടർ ഹഫീസ് റഹ്മാൻ വെച്ച ആദ്യ ചുവട് കൊച്ചിയിലെ 1.5 ഏക്കർ ഭൂമിയിൽ 1 ലക്ഷം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ 10 നിലകളുള്ള സൺറൈസ് ഹോസ്പിറ്റൽ എന്ന മഹാസമുച്ചയം. പിന്നീട് കേരളത്തിൽ അങ്ങുമിങ്ങുമായി 6 ജില്ലകളിൽ 7 ഹോസ്പിറ്റലുകൾ. ഡോക്ടർ ഹഫീസ് റഹ്മാൻ പണിതുയർത്തിയ സാമ്രാജ്യത്തിന്റെ ഏറ്റവും പുതിയ യൂണിറ്റ് 2025 ഫെബ്രുവരി 15 ഈരാറ്റുപേട്ടയിൽ പ്രവർത്തനം ആരംഭിച്ചു. വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയത്തെ ആശ്രയിച്ചിരുന്ന ഈരാറ്റുപേട്ട, വാഗമൺ, കുട്ടിക്കാനം പോലെയുള്ള മലനാടൻ പ്രദേശങ്ങളിലെ നിവാസികൾക്ക് ഈരാറ്റുപേട്ടയിൽ റിംസ് ഹോസ്പിറ്റലിന്റെ വരവ് വലിയൊരു ആശ്വാസമായിരുന്നു. ചുരുങ്ങിയ കാലയളവിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് വരെ നടത്തി വിസ്മയിപ്പിച്ച ആ സ്ഥാപനം 2019-2020 കാലഘട്ടങ്ങളിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം പ്രവർത്തനരഹിതമായപ്പോൾ മലനാടൻ നിവാസികൾ ആതുര സേവനം തേടി വീണ്ടും കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ട സാഹചര്യത്തിലെത്തി. ആ നിശബ്ദതയ്ക്ക് വിരാമമിട്ടുകൊണ്ടാണ് സൺറൈസ് ഹോസ്പിറ്റൽ ഈരാറ്റുപേട്ടയുടെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഈ ദൗത്യം ഒരു ഹിമാലയൻ വെല്ലുവിളിയായിരുന്നു. വർഷങ്ങളായി അടിഞ്ഞുകൂടിയ പൊടിപടലങ്ങൾ നീക്കം ചെയ്യുക എന്നതിലല്ല, മറിച്ച് നിലച്ചുപോയ ഒരു നാടിന്റെ പ്രതീക്ഷയ്ക്ക് പുനർജന്മം നൽകുക എന്നതുകൂടെയായിരുന്നു. പായിൽ പിടിച്ച ചുവരുകൾ, കാടുമൂടിയ പരിസരങ്ങൾ, തകർന്നുപോയ ഫ്ലോറുകൾ, പ്രവർത്തനരഹിതമായ ഇലക്ട്രിക്കൽ ലൈനുകൾ, തുരുമ്പിച്ച പൈപ്പുകൾ, ഇങ്ങനെ ഓരോ ഇഞ്ചും പുനർനിർമ്മിക്കണമായിരുന്നു. രാപ്പകൽ നീണ്ട കഠിനാധ്വാനവും മാസങ്ങളോളം നടത്തിയ ആസൂത്രണവും ശ്രമഫലമായി. തകർന്നിടിഞ്ഞിരുന്ന ആ കെട്ടിടം ഒരു അത്യാധുനിക മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി മാറി. കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ 1.5 ലക്ഷത്തിലധികം രോഗികൾക്ക് മികച്ച ചികിത്സ നൽകി മലനാടൻ മേഖലയിലെ ഏറ്റവും മികച്ച മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി മാറിയിരിക്കുകയാണ് സൺറൈസ് ഹോസ്പിറ്റൽ. മലനാടിന്റെ ചരിത്രത്തിൽ ആദ്യമായി പ്രസവ സമയത്ത് പ്രിയപ്പെട്ടവർക്ക് അരികിലിരുന്ന് ധൈര്യം പകരുവാൻ സാധിക്കുന്ന ബേർത്തിംഗ് സൂട്ട് സൗകര്യം, കൂടാതെ ഗർഭധാരണം മുതൽ പ്രസവം വരെ അമ്മയ്ക്കും കുഞ്ഞിനും കരുതലായി പ്രത്യേക ബേബി ബ്ലിസ് പാക്കേജ്, അത്യാധുനിക AI സാങ്കേതിക MRI, CT സ്കാൻ, മാമോഗ്രാം, 4D അൾട്രാസൗണ്ട് ഉൾപ്പെടുന്ന സമഗ്ര റേഡിയോ ഡയഗ്നോസിസ് വിഭാഗം, ഏതുതരം അടിയന്തര സാഹചര്യങ്ങളെയും നേരിടാൻ സജ്ജമായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ആൻഡ് ട്രോമ കെയർ, മൾട്ടി ഡിസിപ്ലിനറി ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് എന്നിവ ഈരാറ്റുപേട്ട സൺറൈസ് ഹോസ്പിറ്റലിന് കൂടുതൽ കരുത്തുകൾ പകരുന്നു. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ 50-ലധികം മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, നിരവധി ഗർഭാശയ ശസ്ത്രക്രിയകൾ, കൂടാതെ ജനറൽ സർജറി, ഗൈനക് സർജറി, ഡെന്റൽ സർജറി, യൂറോളജി, ന്യൂറോ ആൻഡ് സ്പൈൻ സർജറി എന്നീ വിഭാഗങ്ങളിൽ 500-ലധികം താക്കോൽദാര ശസ്ത്രക്രിയകളും വിജയകരമായി പൂർത്തിയാക്കി. അനസ്തേഷ്യോളജി, കാർഡിയോളജി, ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ, ഡെന്റിസ്ട്രി, ഡെർമറ്റോളജി ആൻഡ് കോസ്മെറ്റോളജി, ഡയബറ്റോളജി, എമർജൻസി ആൻഡ് ട്രോമ കെയർ, ENT, ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജറി, ജനറൽ മെഡിസിൻ, ഓർത്തോപീഡിക് ആൻഡ് ജോയിന്റ് റീപ്ലേസ്മെന്റ്, ന്യൂറോ മെഡിസിൻ, ന്യൂറോ ആൻഡ് സ്പൈൻ സർജറി, പീഡിയാട്രിക് ആൻഡ് നിയോനേറ്റോളജി, നെഫ്രോളജി, ഒബ്സ്ട്രിക് ആൻഡ് ഗൈനക്കോളജി, പ്ലാസ്റ്റിക് സർജറി, പൾമനോളജി, റേഡിയോ ഡയഗ്നോസിസ് എന്നിങ്ങനെ 18-ലധികം വിഭാഗങ്ങളിൽ 40 പരം ഡോക്ടർമാരും 300-ലധികം ജീവനക്കാരുമായി മുന്നേറുകയാണ് ഹൃദയങ്ങളുടെ സൺറൈസ്.